ഒരു സമുദായത്തിന്റെ കേന്ദ്രമായിട്ടല്ല പഴയരിയിൽ ജുമാ മസ്ജിദ് ഉണ്ടാവുക. ഒരു സമൂഹത്തിന്റെ അഭയകേന്ദ്രമായിട്ട് മാറണം ഏതൊരു ഇത്തരത്തിലുള്ള മതസ്ഥാപനങ്ങളും എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ഇതര സമൂഹത്തിലെ ഇതര സമുദായക്കാരൊക്കെ കൂടിയിട്ട് നാളെ ഇതിനെ വരവേൽക്കാൻ വേണ്ടി വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. സക്കറിയ, വയനാട് സുൽത്താൻ ബത്തേരി പഴയരി നൂറിയ മഹലിന്റെ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനമാണെന്ന്. ഇന്നും നാളെയും മറ്റന്നാളെയും പല രാഷ്ട്രീയ നേതാക്കന്മാരും പല വ്യത്യസ്ത മത പുരോഹിതന്മാരും ഇന്നും നാളെയും മറ്റന്നാളായിട്ട് ഇവിടെ ഒത്തൊരുമിക്കുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമുക്കത് ഇതിൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റി മഹൽ ഭാരവാഹികളോട് തന്നെ ചോദിച്ചു നോക്കാം. അതിൻ്റെ മുന്നോടിയായിട്ട് ജസ്റ്റ് നമുക്ക് ഈ മനോഹരമായ പള്ളിയുടെ അകമൊന്ന് കാണാം. ഹലോ, കുറെ ആളെ കണ്ടിട്ടില്ലേ? ഇതെന്റെ സുഹൃത്ത്. അസ്സലാം. ഇതെന്റെ സുഹൃത്ത്, വളരെ കുട്ടിക്കാലം തൊട്ടുള്ള സുഹൃത്താണ്. ആന്റണി എന്ന് പറയും. മർച്ചന്റ് നേവി ആന്റണി എന്ന് പറയാം. മർച്ചന്റ് നേവിയിലായിരുന്നു ജോലി. പിന്നെ ആന്റണിന്റെ പുറ ഇവിടെ അല്ലേ? ഇപ്പം ഇതിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ. ശരിക്കും ഇതിൻ്റെ ടൈല് കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ada Madrid നോക്കാം. പ്രിയമുള്ളവരെ, ഈ പള്ളിയുടെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള സഫീർ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഇന്നും നാളെയും മറ്റന്നാളുമുള്ള പ്രോഗ്രാം ആരൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മൂപ്പരൊന്ന് പറഞ്ഞു തന്നോളൂ. സഫീർ ഭായി പറഞ്ഞോളി. നമ്മൾ ഒരു പള്ളി ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് മതപരമായിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം വിഭിന്നമായി ഒരു നാടിൻ്റെ ആഘോഷമായി, ഒരു മതേതര സൗഹാർദ്ദ സംഗമ വേദിയായി ഒരു പഴയരി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സമുദായത്തിന്റെ കേന്ദ്രമായിട്ടല്ല പഴയരിയിൽ ജുമാ മസ്ജിദ് ഉണ്ടാവുക. ഒരു സമൂഹത്തിന്റെ അഭയകേന്ദ്രമായിട്ട് മാറണം ഏതൊരു ഇത്തരത്തിലുള്ള മതസ്ഥാപനങ്ങളും എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ഇതര സമൂഹത്തിലെ ഇതര സമുദായക്കാരൊക്കെ കൂടിയിട്ട് നാളെ ഇതിനെ വരവേൽക്കാൻ വേണ്ടി വരുന്നത്. അവരേറെ സന്തോഷത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്.
ഏറ്റവും ബഹുമാനപ്പെട്ട കരുവാരക്കുണ്ടിലെ സ്വാമി യമിസ്വാമി അവർ ഇവിടെ നാളെ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അഭിവന്ദ്യനായ പിതാവ് ബിഷപ്പ് സുൽത്താൻ ബത്തേരി ബിഷപ്പ് നാളെ വരുന്നുണ്ട്. നമ്മുടെ താളൂര് നീലഗിരി കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഗസാലി റാഷി ഗസാലി നാളെ വരുന്നു. തൊട്ടടുത്ത ദിവസം നമ്മുടെ കേരളക്കരയുടെ നേതാവ് എന്ന് തന്നെ പറയാവുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങള് നമ്മുടെ ജുമാക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ വൈകുന്നേരം നൗഷാദ് ബാക്കി ഉസ്താദ് ഒരു മതപ്രബോധന സദസ്സ് തന്നെ ഇവിടെ സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിലൊക്കെ ആണെങ്കിലും ഈ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടണം എന്നുള്ളതാണ് ഈ വലിയൊരു സൗധം ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ നമസ്കാരം മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് മദ്രസയിൽ വെച്ചിട്ടാണല്ലോ ഇപ്പൊ നടത്തുന്നില്ല? അതെ അതെ. ഓക്കെ. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഞങ്ങൾ ഈ പള്ളി പൊളിച്ചിട്ടുണ്ടായത്. കാരണം നമ്മുടെ ഈ പള്ളി പൊളിക്കുന്നതിന് തൊട്ട് നമ്മുടെ ഈ പ്രളയവും മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ട് പള്ളിക്ക് കുറച്ച് ബലക്ഷയം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു 18 കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ പള്ളിയായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഏകദേശം 180ഓളം വീടുകാർ ഈ പള്ളിയുമായിട്ട് സഹകരിച്ചു പോരുന്നുണ്ട്. 180ഓളം പേര് ഇവിടുത്തെ മെമ്പർഷിപ്പിലും മറ്റ് 30ഓളം പേര് ഇതിനോട് സഹകരിച്ചും പോരുന്നുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള നാളുകളിൽ ഉപകാരപ്രദമാവാൻ പാകത്തിനുള്ള ഒരു പള്ളി വേണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പൊളിക്കുന്നു. ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ 1-2 സഹോദരന്മാരും കൂടി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പള്ളി നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പോഴും അതിന്റെ നിർമ്മാണം നടന്നു. ഞാൻ മോൾ കയറി അതെ, ചെറിയ സാമ്പത്തിക കാര്യങ്ങളും കൂടിയൊക്കെ ഞങ്ങൾക്ക് ഇത് ചെയ്യാനുണ്ട്. ഉസ്താദുമാർക്കുള്ള ഒരു റൂം ചെയ്യാനുണ്ട്. അതുപോലെ നമ്മൾ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇബാദത്ത് ചെയ്യാനോ നിസ്കരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിനോ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കേന്ദ്രത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ സംശയം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് പഴയരി ഇവിടെ ഒരു കൗണ്ടർ ഉണ്ടാക്കുന്നത്, അത് എന്തിന്റെ ആയിരുന്നു? മതമല്ല മനുഷ്യൻ സ്നേഹമാണ് എന്നുള്ളതാണല്ലോ. മതമല്ല മനുഷ്യ സ്നേഹം. ഈ നാട്ടിലെ ഇതര സമുദായക്കാരാണ് ഞങ്ങളെക്കാട്ടും കൂടുതൽ, ഇപ്പൊ അങ്ങനെ തന്നെ പറയാം, ഒരു മുസ്ലിം സമുദായത്തിനെക്കാട്ടും കൂടുതലായിട്ട് ഈ പള്ളിയുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ ഇതര സമുദായക്കാരും കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ആവശ്യമായി വരുന്ന ഒരു സംഗതിയാണ് എല്ലാവരും ഒന്നു ചേരുക എന്നുള്ളത്, ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, ഈ പഴയരി നൂറിയ മഹൽ പുതിയ ജുമാ മസ്ജിദിനും അതിൻ്റെ ഭാരവാഹികളും തുടർന്ന് ഇത് നല്ല രീതിയിൽ കൂടുതൽ മുന്നോട്ട് രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളും സഹായ സഹകരണങ്ങളും വേണം. ഓക്കെ, താങ്ക് യു.